ഹായ് ഹലോ, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വ്ളോഗാണ് കേട്ടോ. സ്കൂൾ തുറന്ന ആദ്യത്തെ ദിവസത്തെ വ്ളോഗാണ് കേട്ടോ. ഇന്ന് തന്നെയാണ് അർവാക്ക് ലീവ് തുടങ്ങുന്നത്. അതുപോലെ തന്നെ നാഫിലിനും സ്കൂൾ തുറക്കുന്നതും ഒരേ ദിവസമാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ അരി ഇട്ടു കേട്ടോ. പിന്നെ ഇന്നലെ തലേ ദിവസം മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ദോശ ഇഡ്ഡലി എന്തെങ്കിലും ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കി. അങ്ങനെ ഇഡ്ഡലി ആക്കുമ്പോഴത്തേനും ഞാൻ പരിപ്പൊക്കെ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പരിപ്പൊക്കെ വെന്തപ്പോൾ പിന്നെ അതിൽ സാമ്പാർ കഷ്ണങ്ങളൊക്കെ ഇട്ട് പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കുന്ന തട്ടിക്കൂട്ട് സാമ്പാറാണ് കേട്ടോ. അപ്പോൾ അതിൽ തന്നെ എല്ലാ പൊടികളും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും അതുപോലെ തന്നെ സാമ്പാർ പൊടിയും കായം പൊടി ഇട്ട് പുളിവെള്ളമൊക്കെ ഒഴിച്ചിട്ട് പിന്നെ വേവിക്കാൻ വെച്ചു. അങ്ങനെ പിന്നെ സാമ്പാറും അതുപോലെ തന്നെ ഇഡ്ഡലിയും ഒരുമിച്ച് റെഡിയാക്കി കേട്ടോ. നാഫിലിനും സാമ്പാർ കൊടുത്തയക്കാമെന്ന് വിചാരിച്ചിട്ടോ. പിന്നെ മുരിങ്ങടലൊക്കെ പൊട്ടിക്കാൻ പോയി. മുരിങ്ങടലയും അതുപോലെ തന്നെ മുട്ടൊക്കെ ഇട്ടിട്ട് ഉപ്പേരിയും പിന്നെ ഉരുളൻകിഴങ്ങ് പൊരിക്കാമെന്നാണെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ റെഡിയാക്കി. അങ്ങനെ 7:30 ആകുമ്പോഴത്തേനും എല്ലാ പണികളും കഴിഞ്ഞു കേട്ടോ. പിന്നെ നാഫിലിനെ വിളിക്കാൻ വേണ്ടി പോയി. സമയം ഒരു 7:45 നാഫിൽ ഉറങ്ങുന്നതാണ് കേട്ടോ. പിന്നെ അവനെ തട്ടിയൊക്കെ വിളിച്ച് എണീപ്പിച്ചു. പിന്നെ അവന് ബ്രഷൊക്കെ ചെയ്ത് ഫ്രഷ് ആവാൻ വേണ്ടി പോയിട്ടോ. അവൻ ഫ്രഷായി വരുമ്പോഴത്തേനും ഇതാ അർജു എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അർജു ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ പോയിട്ട് അർജുനെ കരച്ചിലൊക്കെ മാറ്റി അവനൊന്ന് സെറ്റാക്കിയിട്ടോ. അപ്പോഴത്തേനും നാഫിൽ ഇതാ യൂണിഫോമൊക്കെ ഇട്ട് റെഡി ആവാൻ നിൽക്കുകയായിരുന്നു. പിന്നെ അവനുള്ള ചായയും കടിയൊക്കെ ആക്കി കൊടുത്തു കേട്ടോ. അവന് ചായ കുടിക്കാത്തതുകൊണ്ട് തന്നെ ഞാൻ ജ്യൂസാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആപ്പിളും പഴമൊക്കെ ഇട്ടിട്ടൊരു ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതും ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെ അവന് ചായ കുടിക്കുമ്പോഴത്തേനും ഞാൻ അവൻ്റെ ലഞ്ചൊക്കെ ആക്കി കൊടുത്തു കേട്ടോ. ഉരുളൻകിഴങ്ങ് പൊരിച്ചതുപോലെ തന്നെ മുരിങ്ങടലയും മുട്ടൊക്കെ ഇട്ട് ഉപ്പേരിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ തന്നെ ആഫിലൊക്കെ സെറ്റായി. ബാഗൊക്കെ എടുത്തിട്ട് ഇതാ സിറ്റ് ഔട്ടിൽ കൊണ്ടുപോയി വെക്കുകയാണ് കേട്ടോ. വണ്ടി വരാൻ ഒരു 10 മിനിറ്റ് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെന്താ, അപ്പോഴാണ് ഞാൻ സ്നാക്ക് വെക്കാൻ കാര്യം മറന്നുപോയിട്ടോ. അങ്ങനെ ഞാൻ സ്നാക്ക് വെക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഉള്ളിലേക്ക് പോയി സ്നാക്കൊക്കെ വെച്ച് കൊടുത്ത്. പിന്നെ കുറച്ച് നേരം അവർ നാഫിലും അർജുൻ പാടെ പിന്നെ മുറ്റത്ത് കളിയായിരുന്നു കേട്ടോ. ഒരു 10 മിനിറ്റൊക്കെ ഉണ്ടാവുള്ളൂ ബാക്കി. അപ്പോൾ ആ നേരം ഇങ്ങനെ മുറ്റത്ത് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിന്നിട്ടോ.
അങ്ങനെ അതാ വണ്ടിയൊക്കെ വന്നു. നാഫിലിതാ വണ്ടിയിൽ കയറാൻ വേണ്ടി പോവാണ് കേട്ടോ. അർജു ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. എന്താ ഇവിടെ നടക്കണമെന്ന് അവന് മനസ്സിലായിട്ടില്ല കേട്ടോ. ഇക്കാക്ക പോവുകയാണെന്നുള്ള കാര്യം മനസ്സിലായിട്ടില്ല. അപ്പം ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. ആദ്യം നാളെ ആലോചിച്ച് നിന്നു കേട്ടോ. പിന്നെ ഗേറ്റിൻ്റെ അവിടെ നിന്ന് വരുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഗേറ്റിൻ്റെ അവിടെ അങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുന്നേ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അലിക്ക വന്ന് എടുത്തപ്പോൾ അവനൊന്ന് ശരിയായി. പിന്നെ ഞങ്ങൾ അകത്ത് കയറി അവനുള്ള ഫുഡ് കൊടുക്കാൻ നിന്നു കേട്ടോ. അങ്ങനെ അതാ അവനുള്ള ഫുഡ് കൊടുക്കാൻ നിന്നു കേട്ടോ. അതന്നെ ഒരു മണിക്കൂർ എടുക്കും കേട്ടോ ഫുഡ് കഴിച്ച് കിട്ടണമെങ്കിൽ. പിന്നെ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് കളിയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ കുളിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോയി കേട്ടോ. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് അവന് ഡ്രസ്സൊക്കെ മാറ്റി പിന്നെ കുറച്ച് നേരം ബെഡിൽ അങ്ങോട്ട് ഓടി ഇങ്ങോട്ട് ഓടിയിട്ടൊക്കെ കളിച്ചു കേട്ടോ. പിന്നെ ബോളൊക്കെ എടുത്തിട്ട് പിന്നെ ബോൾ കളിക്കണം പറഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം ബോൾ കളിച്ചു. അങ്ങനെ അവൻ്റെ കളിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവനെ ഉറക്കാൻ കൊണ്ടുപോയിട്ടോ. ഇപ്പോഴത്തെ ശീലമാണ് കേട്ടോ തൊട്ടിയിൽ ആടിയിട്ട് ഉറങ്ങുക എന്നുള്ളത്. അങ്ങനെ അത് അവനെ ഉറങ്ങി. അങ്ങനെ അവൻ ഉറങ്ങിയ സമയം കൊണ്ട് അർവ വരുമ്പോഴത്തേനുള്ള പുഡിങ് റെഡിയാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞാൻ ഈ വീഡിയോ ഞാൻ ഡീറ്റെയിൽഡായിട്ട് ഇടുന്നുണ്ട് കേട്ടോ, ഈ പുഡിങ്ങിൻ്റെ റെസിപ്പിയുടെ വീഡിയോ. അപ്പോൾ അതെല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ പുഡിങ്ങൊക്കെ റെഡിയാക്കിയിട്ട് പിന്നെ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചു കേട്ടോ. പിന്നെ ഞാൻ ക്ലീനിങ് പരിപാടിക്കാണ് കേട്ടോ നിന്നത്.
അങ്ങനെ അടുക്കള ക്ലീൻ ചെയ്ത് പകുതിയാകുമ്പോഴത്തേനും അർജു എണീറ്റുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അർജുൻ്റെ കൂടെ കുറച്ച് നേരം പാലൊക്കെ കൊടുത്തിട്ട് പിന്നെ അവനൊന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഉറങ്ങി എണീറ്റ് ചെറുതായിട്ട് ഇടയ്ക്കൊരു വാശി ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ ആ വാശിയൊക്കെ മാറ്റിയിട്ടാണ് പിന്നെ ക്ലീനിങ് ചെയ്യാൻ വേണ്ടി നിന്ന് കേട്ടോ. പിന്നെ ഞാൻ അർജുനെ അൽക്കാൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് വീട് മൊത്തം ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു കേട്ടോ. എല്ലാ ദിവസവും ഇതുപോലെ വൈപ്പ് ചെയ്തെടുക്കുകയല്ല കേട്ടോ ചെയ്യുക. മിക്ക ദിവസവും ഞാൻ മോപ്പ് വെച്ചിട്ട് തുടക്കും. ആഴ്ചയിൽ 2 തവണയെങ്കിലും ഇതുപോലെ ഞാൻ വൈപ്പ് ചെയ്ത് വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് കഴുകാണ് കേട്ടോ ചെയ്യാറ്. വൈപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യാറ്. അങ്ങനെ ഞാൻ ഇന്നിതുപോലെ വെള്ളമൊക്കെ ഒഴിച്ച് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നു കേട്ടോ. ആ സമയം അർജു ഭയങ്കര കളിയായിരുന്നു കേട്ടോ. അർജു കളിക്കുമ്പോൾ ഭയങ്കര കളിയിലായിരുന്നു കേട്ടോ. അങ്ങനെ ഫുള്ളായിട്ട് കഴുകിയതിന് ശേഷം പിന്നെ തോരടാനുള്ള ഡ്രസ്സുകൾ തോരട്ടിട്ടു. പിന്നത്തെ പരിപാടി എന്ന് പറയുന്നത് അർജുൻ്റെ പാമ്പേഴ്സ് ഇതുപോലെ പാമ്പേഴ്സ് കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ ഉള്ളിലത്തെ ജെല്ല് വേറൊരു ബക്കറ്റിലേക്ക് മാറ്റും. എന്നിട്ട് ഇത് പാമ്പേഴ്സ് ഉണങ്ങി കഴിഞ്ഞാൽ കത്തിക്കുകയാണ് കേട്ടോ നമ്മൾ ചെയ്യാറ്. ഈ ജെല്ലിയിൽ നമ്മൾ കല്ലുപ്പിട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഇന്ന് കല്ലുപ്പിട്ട് വെച്ചാൽ നാളെ അത് നല്ല അലിഞ്ഞ് വരും കേട്ടോ. അത് പിന്നെ വളപ്പിൽ തെങ്ങിനും ചെടികൾക്കൊക്കെ ഒഴിച്ചാൽ നല്ല പോലെ വളമായിട്ട് ഉപയോഗിക്കാം കേട്ടോ. അങ്ങനെയാണ് അർജുൻ്റെ പാമ്പേഴ്സ് ചെയ്യാറ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാനൊന്ന് ഫ്രഷ് ആയതിനു ശേഷം അവൻ്റെ കൂടെ കുറേ നേരം കളിക്കായിരുന്നു കേട്ടോ. പിന്നെ ഈ കളിയിൽ തന്നെ അവന് ഫുഡും കൊടുത്തു കേട്ടോ. അങ്ങനെ അവൻ്റെ ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം ഞാൻ കഴിച്ചു കേട്ടോ. പിന്നെ ഇന്നലത്തെ മോരുകറി ഉണ്ടായിരുന്നു. പിന്നെ രാവിലത്തെ സാമ്പാറും ഉപ്പേരിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അർജുനെ വേഗം മാറ്റിയിട്ട് പിന്നെ അറവാനെ വിളിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ. പിന്നെ പോണ വഴിയിൽ തന്നെ അറഫയിൽ പോയിട്ട് നാഫിലിനെ പിക്ക് ചെയ്യണമായിരുന്നു കേട്ടോ. അങ്ങനെ ആദ്യം നമ്മൾ അറഫയിലേക്കാണ് പോയത്. അങ്ങനെ അറഫയിൽ പോയി പിന്നെ നാഫിലിനൊക്കെ എടുത്തിട്ട് പിന്നെ അറവാനെ വിളിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ. അറഫയിൽ ഒരു അരമണിക്കൂറൊക്കെ വൈകിട്ടോ നാഫിലിനെ പിക്ക് ചെയ്ത് വരുമ്പോഴത്തേനും. അങ്ങനെ നാഫിലിനൊക്കെ എടുത്തതിന് ശേഷം പിന്നെ നേരെ അറവാനെ വിളിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ. അങ്ങനെ വഴിയിൽ വെച്ചിട്ട് കുറച്ച് സ്നാക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് നിർത്തിയിട്ടോ. പഴംപൊരി, മുട്ട ബജ്ജി, അതുപോലെ തന്നെ തേങ്ങാമുറി എന്നൊക്കെ പറയുന്ന കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി പിന്നെ അതൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ പിന്നെ പോയത്. അങ്ങനെ അർജു അതൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഒന്ന് ഉറങ്ങിട്ടോ. അങ്ങനെ അർജു അവിടെ എത്തുമ്പോഴാണ് കേട്ടോ എണീക്കുന്നത്. പിന്നെ ഈ കാണുന്നതാണ് കേട്ടോ അർവാൻ്റെ ക്യാമ്പസ് വന്നിട്ട് മലപ്പുറത്ത് പാങ്ങ് ജെയ്ത്തൂണിലാണ് കേട്ടോ മോള് പഠിക്കുന്നത്. അങ്ങനെ ഒരു 5 മണിയാകുമ്പോഴത്തേനും ക്യാമ്പസിലെത്തി.
അങ്ങനെ അർവാനൊക്കെ കണ്ട് പിന്നെ അവരുടെ ക്യാമ്പസിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടോ, അവൾക്കുള്ള പെട്ടിയും സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അവൾ പോയിട്ടോ. അങ്ങനെ സാധനങ്ങളൊക്കെ എടുത്ത് വന്നിട്ട് പിന്നെ ഞങ്ങൾ പിന്നെ അവിടെ അധികം നേരം നിൽക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ വേഗം തന്നെ ഔട്ട് പാസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു കേട്ടോ. പിന്നെ ഇത് അവൾ വരച്ചതാന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചു തരുന്നു കേട്ടോ. പിന്നെ കുറേ കൂട്ടുകാരികളും കണ്ടു. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടുന്ന് സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് മോള് പോവാണ് കേട്ടോ. അങ്ങനെ പിന്നെ വരുന്ന വഴിയിൽ ചെറുതുരുത്തിയിൽ പാരാമൗണ്ട് റെസ്റ്റോറൻറ്റ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പുതിയതായിട്ട്. അങ്ങനെ അവിടെ ഒന്ന് കയറി പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങിയത്. അപ്പോൾ എല്ലാവരും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്ബൊക്കെ ചെയ്യുക. നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബായ്.